വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയുവാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നതുവരെ ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മരിക്കുവാൻ വേണ്ടിയാണ്. നാമൊക്കെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ജീവിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളിച്ചെയ്തവൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുവാനുള്ള സമയം സമാഗതമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുകയാണ്, മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകണം. അവിടെ പ്രധാന ആചാര്യന്മാരാലും മൂപ്പന്മാരാലും നിയമജ്ഞന്മാരാലും ഉപേക്ഷിക്കപ്പെടുകയും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം എന്നുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്ന്. എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സമൂഹത്തെ പിടിച്ചടക്കുന്ന ഒരു മിശിഹ ആയി, യുദ്ധ രാജാവായി, റോമാക്കാരെ പലസ്തീനായിൽ നിന്ന് പുറത്താക്കുന്ന രാജാവായി, ഇസ്രായേലിൻ്റെ ശക്തനായ ഒരു രാജാവായി യേശുവിനെ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ശ്ലീഹന്മാരുടെ പ്രതിനിധിയായി യേശുവിനോട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് യേശു തമ്പുരാൻ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ചിലർ സ്നാപയോഹന്നാൻ എന്ന് പറയുന്നു, ചിലർ ഏലിയ എന്ന് പറയുന്നു, ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. ഈ ഗുണഗണങ്ങളെല്ലാം യേശുക്രിസ്തുവിലുണ്ടായിരുന്നു. എന്നാൽ താൻ വിളിച്ച് വേർതിരിച്ച് കൊണ്ടു നടന്ന ശിഷ്യന്മാരോട് അവിടുന്ന് ചോദിച്ചു, ഹൂ ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിൻ്റെ ഉത്തരം പറഞ്ഞത് പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച
പത്രോസിനോട്, യോനായുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ഇത് ജഡരക്തമല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. നരക കവാടങ്ങൾ അതിനോട് പ്രതിരോധപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന് പറഞ്ഞ് അജപാലന ദൗത്യം പത്രോസിനെ പരമേൽപ്പിച്ച യേശു തമ്പുരാൻ്റെ സന്നിധിയിലാണ് പത്രോസ്, കർത്താവേ, നിനക്കിത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, നീ മരിക്കാൻ പാടില്ല, നീ സഹിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള തൻ്റെ ആഗ്രഹം പരസ്യമായി യേശുവിൻ്റെ മുമ്പിൽ പറയുന്നത്. പത്രോസിനും മറ്റ് ശ്ലീഹന്മാർക്കും യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല എന്നതാണ് അതിൻ്റെ സത്യം. ശിഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് തെറ്റിദ്ധാരണകൾ നീക്കി വ്യക്തത കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പത്രോസിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അർത്ഥമെന്താണെന്ന്, ഒരുവനും നശിച്ചു പോകുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം, അതിനാണല്ലോ തൻ്റെ ഏകജാതനെ നൽകിയത് എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ആ രക്ഷ നേടിത്തരുന്നതിന് വേണ്ടിയാണ് പാടുപീടുകൾ സഹിക്കേണ്ടതും മരിക്കേണ്ടതും മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതും എന്നുള്ള സൂചന കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയാതെ തീർത്തും സ്വതന്ത്രമായി ഈ ലോകത്തിൻ്റെ ലൗകികത്വത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരെയാണ് അവിടെ നാം കാണുന്നത്. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ പിതാവ് ലോകത്തെ രക്ഷിക്കുവാനാണ് തന്നെ അയച്ചത്. അതിനുവേണ്ടി താൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിയ യേശു ആ ആഗ്രഹമാണ് ശിഷ്യന്മാരെ അറിയിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി ഏറ്റെടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം, അവൻ്റെ കുരിശെടുക്കണം, എന്നെ അനുഗമിക്കണം. ഇവ ഓരോന്നും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ആരെയും അവിടുന്ന് നിർബന്ധിക്കുന്നില്ല. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് വരികിൽ, ആഗ്രഹം സാധ്യമാക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു എന്ന് വരികിൽ എന്താണ് ചെയ്യേണ്ടത്? സ്വയം പരിത്യജിക്കണം. മറ്റാരുടെയും നിർബന്ധം കൊണ്ടല്ല, ഇതെനിക്ക് വേണ്ട, എനിക്കുള്ളതല്ല എന്നുള്ള നിഷേധപ്രാപ്തി നേടിയെടുക്കുവാൻ കഴിയണം എന്നുള്ളതാണ്. സ്വന്തമായ ഒരു തീരുമാനമാണ്. എനിക്ക് ഈ ലോകത്തിൻ്റെ ലൗകികത വേണ്ട, സുഖം വേണ്ട, സൗകര്യങ്ങൾ വേണ്ട, അധികാരം വേണ്ട, ഞാൻ ശുശ്രൂഷ ചെയ്യുവാൻ വന്നിരിക്കുന്നവനാണ്. ആ ബോധ്യമുണ്ടാകണമെങ്കിൽ സ്വയം പരിത്യജിക്കണം. ഞാനെന്ന അഹങ്കാര അതീശ മനോഭാവം ഇല്ലാതാകണം. നമ്മളെന്നുള്ള വിശാലമായ മനോഭാവം, ദൈവം നമ്മുടെ പിതാവായി, നാം ദൈവത്തിൻ്റെ മക്കളായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരായി തീരണം എങ്കിൽ സ്വയം പരിത്യജിക്കണം. എന്നിട്ട് കുരിശെടുക്കണം. മനുഷ്യനെ ദൈവവുമായും മനുഷ്യനെ മനുഷ്യനുമായും ബന്ധിപ്പിക്കുന്ന ഒന്നാണ് കുരിശ്. അപമാനത്തിൻ്റെ അടയാളമായിരുന്നു. കള്ളന്മാരെയും കൊള്ളക്കാരെയും കുരിശിൽ തറച്ച് കൊന്നിരുന്ന റോമൻ നിയമങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്,
സ്വയം പരിത്യജിച്ച് അവൻ്റെ കുരിശെടുക്കണം. അവനെ ദൈവവുമായും മനുഷ്യരുമായും മനസാക്ഷിയുമായും ഈ പ്രപഞ്ചവുമായും ബന്ധിപ്പിക്കണമെങ്കിൽ തനിക്ക് വേണ്ടി ജീവിക്കുവാനുള്ളവനല്ല നാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, അവർക്ക് ജീവനുണ്ടാകുവാൻ, അത് സമൃദ്ധമായി ഉണ്ടാകുവാൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് അത് കുരിശായിട്ട് മാറുന്നത്. യേശു തമ്പുരാൻ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് വിധിവാചകം ഉച്ചരിക്കപ്പെട്ട് കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട് പരിഹാസത്തിൻ്റെ പുറംകുപ്പായം ധരിച്ചുകൊണ്ട് കുരിശും വഹിച്ച് ഗോഗുൽത്താ മലയിലേക്ക് പോകുന്ന ആ അനുഭവം, തിക്തമായ ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സഹനം തനിക്ക് വേണ്ടിയല്ല, ലോകത്തെ വീണ്ടെടുക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തിൽ ആ കുരിശ് സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് പോകുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. ആ കുരിശിനോടുകൂടി അവിടുന്ന് നിലത്ത് വീഴുന്നുണ്ട്. പരിചിതരായ ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട്. തൻ്റെ വാത്സല്യ അമ്മയെ ശമോൻ എന്ന കൗരൻകാരൻ ആ കുരിശ് ചുമക്കുവാൻ നിർബന്ധിതനാകുന്നു. ഭക്തയായ വെറോനിക്ക തൻ്റെ മുഖം തുടയ്ക്കുന്നു. ജെറുസലേം പട്ടണത്തിലെ ഭക്തസ്ത്രീകളെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിനെന്ന് പറയുന്ന ആ ഒരു രംഗം, കാൽവരിയിലെ നെറുകയിൽ തൻ്റെ കൈകാലുകളിൽ ആണി തറയ്ക്കപ്പെട്ട് തൻ്റെ വസ്ത്രമൊക്കെ ഉരിഞ്ഞു മാറ്റി ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ ഉയർത്തപ്പെടുന്ന ആ സാഹചര്യം, മനുഷ്യൻ്റെ നിന്ദയും അപമാനവും ഏറ്റുവാങ്ങി ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത, ഔന്നത്യം വെളിപ്പെടുത്തി ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ തക്കതുപോലെ ആ കുരിശ് ഏറ്റെടുത്ത് ആ കുരിശിൽ മരിച്ച യേശു തമ്പുരാൻ ആ കുരിശിനെ അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി മാറ്റുന്നത് തൻ്റെ ആത്മാവിനെ പരമപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച ശേഷം പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തപ്പെട്ടതായ അമൃതശരീരം കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുന്നു. അവിടുന്ന് മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്യുന്നു. ദുഃഖവെള്ളിയാഴ്ചയോടുകൂടി എല്ലാം അവസാനിച്ചു വരുന്നു കരുതി, എന്നാൽ ഈ പാടുപീടുകളും സഹനവും മരണവുമൊക്കെ പുനരുത്ഥാനത്തിൻ്റെ വലിയ സന്തോഷം നമുക്ക് നൽകുന്നത് ഈ കുരിശുമരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം, എന്നിട്ട് വേണം അവിടുത്തെ അനുഗമിക്കുവാൻ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം വിരൂപനും മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനും ഉപേക്ഷിക്കപ്പെട്ടവനുമായിട്ടാണ് യേശയ്യാ പ്രവാചകൻ സഫറിംഗ് സെർവൻ്റ് ഓഫ് യാവേ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നിന്ദയും അപമാനവും ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഒന്ന്, മൂപ്പന്മാർ, എൽഡേഴ്സ്. അവരാണ് ബഹുമാനമുള്ള ജനനേതാക്കന്മാർ. രണ്ടാമതായിട്ട് പ്രധാന പുരോഹിതൻ, ചീഫ് പ്രീസ്. അവർ സദൂക്കായർ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. മൂന്നാമത്തെ വിഭാഗം നിയമജ്ഞന്മാരാണ്, അവരെ ഫരിസേയർ എന്ന് വിളിച്ചിരുന്നു. പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരാളായി തങ്ങളുടെ ഗുരുവിനെ അവർ കാണുകയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശമല്ല ഇവിടെ നടപ്പിലാക്കുവാൻ പോകുന്നത് എന്ന് കാണുമ്പോൾ ഇത് താൽക്കാലികമാണെന്നും കടന്നു പോകുന്ന ഒരു പ്രതിഭാസമാണെന്നും താൻ തന്നെ ദൗത്യം വിജയിപ്പിക്കുമെന്നും യേശു അവർക്ക് ഉറപ്പ് നൽകുന്നു എന്നുവരികിലും അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം അസ്വസ്ഥരായി കാണപ്പെടുന്ന ശിഷ്യന്മാരെയാണ് നാം ഇവിടെ കാണുന്നത്. തൻ്റെ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്ന് ശിഷ്യരെ അവിടുന്ന് അറിയിച്ചു. പത്രോസിന് ഇതൊന്നും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അധികാരം, മഹത്വം ഇവയൊക്കെ അതിജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പത്രോസ് പറയുന്നത്
യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ്. ദൈവപിതാവ് തങ്ങളുടെ ഗുരുവിനോട് കരുണ കാണിച്ചു. യേശുവിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പ്രാർത്ഥിക്കുകയാണ്. പിശാചിൻ്റെ ഒരു പരീക്ഷണം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നു. വിശക്കുന്ന യേശുവിനോട് പൈശാചിക ശക്തി എന്ന് പറയുകയാണ്, നീ കല്ലുകൾ അപ്പമാക്കി മാറ്റുക. യേശു അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ മരണത്തിൽ നിന്ന് പോലും ജീവനിലേക്ക് കടക്കുന്നു എന്നൊക്കെ യേശു പറയുമ്പോൾ, പിശാചിൻ്റെ പരീക്ഷണത്തെ അവിടുന്ന് ദൈവവചനം കൊണ്ട് നേരിടുന്നതായി കാണുന്നുണ്ട്. ദേവാലയത്തിൻ്റെ അഗ്രത്തിലേക്ക് കയറ്റിയിട്ട് നീ താഴേക്ക് ചാടുക, നിൻ്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ മാലാഖമാർ താങ്ങിക്കൊള്ളുമെന്നുള്ള പരീക്ഷണം വരുമ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടിയുള്ള ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുന്ന യേശുവിനെ നാം കാണുന്നു. ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതെല്ലാം എൻ്റേതാണ്, എന്നെ ഒന്ന് വീണ് ആരാധിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാം എന്ന് പൈശാചിക ശക്തി യേശുവിനോട് പറയുമ്പോൾ യേശു എന്താണ് പറഞ്ഞത്? സാത്താനെ എൻ്റെ പിന്നാലെ പോവുക. പൈശാചിക ശക്തി യേശുവിനെ വിട്ട് ഓടിപ്പോവുകയാണ്. ഏതാണ്ട് ഇതുപോലെ ഒരു പ്രലോഭനമാണ് പത്രോസിനുണ്ടാകുന്നത്. തൻ്റെ ഗുരു അടിയേൽക്കാൻ പാടില്ല, സഹിക്കാൻ പാടില്ല, മരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പത്രോസ് മാറ്റി നിർത്തി തടസ്സം പറയുന്നത്, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അത് കേട്ട ഉടനെ യേശു കൊടുത്ത മറുപടി, സാത്താനെ നീ എൻ്റെ പിന്നാലെ പോവുക, നീ ചിന്തിക്കുന്നത് ദൈവീകമല്ല എന്നാണ്. അപ്പോൾ പൈശാചികമായ ശക്തിയുടെ ഒരു പിൻബലം പത്രോസിനുണ്ടായിരുന്നതായിട്ട് തോന്നുകയാണ്. ദൈവിക പദ്ധതി മനസ്സിലാക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുവാൻ പൈശാചിക ശക്തി പ്രലോഭനം കൊടുക്കുന്നതായി ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ പിന്നീടുള്ള ചരിത്രത്തിലൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ദൈവിക ശക്തിക്കെതിരായി, പദ്ധതിക്കെതിരായി പ്രവർത്തിക്കുന്നവരെയാണ് പിശാചുക്കളെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് ആ പൈശാചികമായ രീതിയിലുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ യേശു തമ്പുരാൻ സാത്താനെ എൻ്റെ പിന്നാലെ പോവുക, നീ ചിന്തിക്കുന്നത് ദൈവികമല്ല എന്ന് എടുത്തു പറയുന്നത്. വേദനയും സഹനത്തെയും തൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ മാർഗമായി തിരഞ്ഞെടുത്ത യേശു അതെന്താണെന്ന് സ്നേഹന്മാരെ പഠിപ്പിക്കുകയാണ്. മരുഭൂമിയിലെ പരീക്ഷണത്തിൽ സാത്താൻ എന്ന പോലെ ഇവിടെ പത്രോസ് പരീക്ഷകനായി മാറുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പത്രോസിനെ ശകാരിക്കുന്നത്, സാത്താൻ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. സാത്താൻ പിറകിൽ പോകില്ല. എപ്പോഴും പൈശാചിക ശക്തി മുമ്പിൽ നിന്നുകൊണ്ട് നമ്മെ വഴിതെറ്റിക്കുവാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സാത്താനെ നീ എൻ്റെ പിന്നാലെ പോവുക എന്ന്. പത്രോസിന് യേശുവിന് പ്രതിബന്ധമായി മാറുകയായിരുന്നു. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട്, കാരണം ദൈവഹിതം നിറവേറ്റുന്നതിൽ നിന്ന് മാറി നിൽക്കാനാണ് പത്രോസ് യേശുവിനെ ഉപദേശിക്കുന്നത്. ഇതുപോലെ ദൈവഹിതം നിറവേറ്റുവാൻ നമ്മോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ അതിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുവാനുള്ള ബോധപൂർവമായ പൈശാചിക ശക്തിയുടെ പ്രലോഭനങ്ങൾ വിവിധ തരത്തിൽ നമ്മെ ഓരോരുത്തരെയും അഭിമുഖീകരിക്കുമ്പോൾ അത് പൈശാചിക ശക്തിയുടെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സാത്താനെ എൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. യേശുവിനെപ്പോലെ തൻ്റെ ശിഷ്യന്മാരും തൻ്റെ മാർഗം പിന്തുടരണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അതാണ് സ്വയം പരിത്യജിക്കുക, കുരിശെടുക്കുക, അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡീത്രോൺമെൻറ്റ് ഓഫ് ദ സെൽഫ് ആൻഡ് ദി എൻത്രോൺമെൻറ്റ് ഓഫ് ഗോഡ്, നമ്മുടെ അഹങ്കാരത്തെ, സ്വാർത്ഥതയെ താഴെ ഇറക്കിക്കൊണ്ട് ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വരണം എന്നുള്ളതാണ്. നമ്മുടെ സമയവും നമ്മുടെ സുഖങ്ങളും അതേപോലെ നമ്മുടെ
അവധികളും അല്ലെങ്കിൽ വിശ്രമത്തിനുള്ള സമയവും ഇതൊന്നും നമ്മുടേതല്ല. ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. സമയവും അലകളും ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ വിശ്വസ്തയോടെ യേശുവിനെ അനുഗമിക്കുന്നത് സഹനത്തിലൂടെയാണ് എന്നുള്ള സൂചനയാണ് അവിടുന്ന് നൽകുന്നത്. ഉപാധികളില്ലാതെ എല്ലാ പരിണിത ഫലങ്ങളും ഏറ്റെടുക്കുവാനുള്ള തയ്യാറെടുപ്പോടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതാണ് കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പെർഫെക്റ്റ് ഒബീഡിയൻസ് എന്നുള്ളതാണ്. തന്നോടൊപ്പം തന്നെ ശിഷ്യന്മാരും ഉയർപ്പിക്കപ്പെടുമെന്ന് ഈശോ ഉറപ്പ് നൽകുന്നു. ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക എന്ന് പത്രോസിൻ്റെ ചോദ്യത്തിന് യേശു മറുപടി നൽകുന്നു. വരുവാനിരിക്കുന്ന കാലത്ത് മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. ഇതാണ് യേശു വാഗ്ദാനം ചെയ്യുന്ന വിജയം. വിരോധാഭാസ രൂപത്തിലുള്ള ഒരു സുഭാഷിതവും ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. മതപീഡനത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിലെ മതമർദ്ദനത്തെക്കുറിച്ചുള്ള സൂചനയാണ് പറയുന്നത്. മതപീഡനത്തിൻ്റെ മുമ്പിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശു ഇവിടെ സംസാരിക്കുന്നത്. മാൻ ഹൂ റിസ്ക്സ് ഹിസ് ലൈഫ്, അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ അവൻ തയ്യാറായി മുമ്പോട്ട് വരുമ്പോൾ നോ സെക്യൂരിറ്റി, നോ സേഫ്റ്റി, നോ കംഫർട്ട്. അവന് സുരക്ഷിതത്വമില്ല, അവന് മറ്റ് ഉറപ്പുകളൊന്നുമില്ല, അവന് യാതൊരു സുഖവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവൻ മാറണം എന്നാണ്. ഭൗതിക ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ ആധ്യാത്മിക ജീവൻ കണ്ടെത്തും. ഇഹലോകത്തിലെ ജീവിതം നൈമിഷികമായ ഒന്നാണ്, അത് ശാശ്വതമായ ഒന്നല്ല. ഈ ലോകത്തിലും പരലോകത്തിലും ദൈവത്തോടുകൂടി ആയിരിക്കുവാനുള്ള ഒരു വിളിയാണ് ഒരു ക്രൈസ്തവൻ്റെ വിളി. ശിഷ്യരെ ഭൗതിക തലത്തിൽ നിന്നും ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു യേശു തമ്പുരാൻ. സ്വന്തം ജീവൻ ദൈവത്തിന് സമർപ്പിക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവകരങ്ങളിൽ ഓരോ ദിവസവും സമർപ്പിക്കുമ്പോൾ നിത്യജീവനിലേക്ക് നാം അത് കാത്തു സൂക്ഷിക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വസ്തുവും ആധ്യാത്മികമായ ജീവന് മുമ്പിൽ ആത്മാവ് പ്രയോജനരഹിതമാണെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഈ വാക്കുകളാണല്ലോ പാരീസ് സർവകലാശാലയിൽ പ്രൊഫസറായിരുന്ന ഫ്രാൻസിസ് സേവ്യറിനോട് ഇഗ്നേഷ്യസ് ലയോള ചോദിച്ചത്, ഈശോ സഭ സ്ഥാപകൻ ചോദിച്ചത്. ഫ്രാൻസിസ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? യുഗാന്ത്യോന്മുഖമായ കാഴ്ചപ്പാടിലൂടെ യേശുവിൻ്റെ വാക്കുകൾ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കണം. ഈ യുഗത്തിൽ നഷ്ടപ്പെടുന്നത് വരുവാനിരിക്കുന്ന യുഗത്തിൽ കണ്ടെത്തും എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. മനുഷ്യപുത്രൻ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി മഹത്വത്തിൽ എഴുന്നള്ളി വരും. വിധികർത്താവായിട്ടാണ് അവിടുന്ന് വരുന്നത്. കുരിശുമെടുത്ത് ഗുരുവിനെ അനുഗമിക്കുന്നവനും പരിത്യാഗത്തിലുള്ള നിത്യമഹത്വം പ്രാപിക്കുവാനും ഈ വചനഭാഗത്തിലൂടെ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ന്യായവിധിയിൽ നിന്ന് ഒഴിവാകുവാനല്ല, ഒരു വാഗ്ദാനമാണ് അവിടെ നൽകുന്നത്. കുരിശ്, പുനരുത്ഥാനം, ദൈവരാജ്യ സ്ഥാപനം ഇവയെല്ലാം ഇന്ന് തുടരുന്നത് നമ്മുടെ സഭാജീവിതത്തിലൂടെയാണ്. സഭാജീവിതത്തിലൂടെ കർത്താവിൻ്റെ കുരിശ് വഹിക്കുവാൻ, സ്വയം പരിത്യജിക്കുവാൻ, തൻ്റെ ആത്മാവിനെ നേടിയെടുക്കുവാൻ, നിത്യജീവനിലേക്ക് പങ്കാളിയായി മാറുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഈ പുനരുത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ
എല്ലാ വിശുദ്ധരുടെയും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ രക്ഷകനെ ലോകത്ത് നൽകുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ.